ഹലോ, നമ്മളൊരു വീഡിയോയിൽ ഞാൻ ക്ലാസ്സിലാണ്, അവൾ വീട്ടിലാണ്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, ഇങ്ങനെ ആണ് എന്ന അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈസും ആമും ആറും ഉപയോഗിക്കണം നമ്മൾ മനസ്സിലാക്കി. ഇനി അല്ല എന്ന് പറയണമെങ്കിലോ വളരെ ഈസിയാണ്. നമ്മൾ ഇപ്പോൾ അവൾ ഒരു അധ്യാപികയാണ്, എങ്ങനെ പറയുക? ഷീ ഈസ് എ ടീച്ചർ. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഷീ ഈസ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് മാത്രം ചേർത്താൽ മതി. ഷീ ഈസ് നോട്ട് എ ടീച്ചർ. അവൾ വീട്ടിലല്ല എന്ന് പറയണമെങ്കിലോ ഷീ ഈസ് നോട്ട് അറ്റ് ഹോം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊരു കാര്യം ചെയ്യുക, ഇങ്ങനെ കുറേ സെൻറ്റൻസ് ഒരേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഷീ ഈസ് നോട്ട് എ ടീച്ചർ, ഷീ ഈസ് നോട്ട് അറ്റ് ഹോം, ഷീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്. അങ്ങനെ ഒരേപോലെയുള്ള സെൻറ്റൻസുകൾ നോട്ട് മാത്രം. അതെങ്ങനെയാണ്? ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുക, ആർ കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കുക. അല്ലെങ്കിൽ ഇപ്പം ഞാനല്ല എന്ന് പറയണമെന്നിരിക്കട്ടെ, ഞാൻ വീട്ടിലല്ല, എങ്ങനെ പറയും? ഐ എം നോട്ട് അറ്റ് ഹോം, അല്ലേ? ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഐ എം നോട്ട് യുവർ എനിമി. അതുപോലെ ഞങ്ങൾ സുഹൃത്തുക്കളല്ല. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബഹുവചനാണ്, ആറാണ് നമ്മൾ വെക്കുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് എങ്ങനെ പറയും? വി ആർ ഫ്രണ്ട്സ്. ആ വി ആറിന് കഴിഞ്ഞൊരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്തായി? അല്ല എന്നായി മാറും. വളരെ സിമ്പിൾ അല്ലേ? സോ ഒരേപോലെയുള്ള സെൻറ്റൻസ് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് നിങ്ങൾ ഒരേപോലെയുള്ള സെൻറ്റൻസ് കുറച്ച് എഴുതി പ്രാക്ടീസ് ചെയ്യാം. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പം ഞാൻ വീട്ടിലല്ല, ഐ എം നോട്ട് അറ്റ് ഹോം. ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, ഐ എം നോട്ട് യുവർ എനിമി. ഞാനൊരു ടീച്ചറല്ല, ഐ എം നോട്ട് എ ടീച്ചർ. ഇങ്ങനെ നിങ്ങൾ ഒരേപോലെയുള്ള സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും.